നമസ്കാരം. കല്ലൂസ് കോസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടല കൊണ്ടുള്ള കറിയാണ്. അതിന് ഹിന്ദിയിൽ ചോലെ എന്ന് പറയും. അതിൻ്റെ കൂടെ ബട്ടൂരി ഉണ്ടാക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇത് കുക്കറിൽ ഒരു 5-6 വിസിൽ വരട്ടെ. കടല വേകുമ്പോഴേക്കും നമുക്ക് ഇത് ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, മാവ് കുഴച്ചിട്ട്. അപ്പോൾ ബട്ടൂരയ്ക്കുള്ള മാവ് കുഴച്ച് വെക്കാം. നിങ്ങൾക്ക് ആവശ്യമായ മാവ് കുഴയ്ക്കാം. ഞാൻ കുറച്ചേ കുഴയ്ക്കുള്ളൂ. ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂണ് പഞ്ചസാര, ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദയും എടുക്കാം, നമ്മൾക്ക് ആരോഗ്യത്തിന് നല്ലത് ഗോതമ്പ് പൊടിയാണ്. ഇതിൽ കുറച്ച് തൈര് ഒഴിച്ച് കുഴയ്ക്കാം. ആദ്യമേ വെള്ളം ഒഴിക്കരുത്, തൈര് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. അത് ഏകദേശം കുഴച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ കുഴക്കാൻ ചെറുക്കണം. നമുക്ക് കടലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, സബോള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. കടലയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇടേണ്ട മസാലയും ഇതെല്ലാം ശരിയാക്കാം. ഇതാ വലിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, പച്ചമുളക്. ഇത് മല്ലിത്തഴ ലാസ്റ്റ് ഇടാനുള്ളത്. ഇടാൻ പാടില്ല. ഈ താളിക്കുമ്പോൾ നമുക്ക് ചോലയ്ക്ക് എപ്പോഴും ജീരകമാണ് ഇടുക. ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്. ഇതൊന്ന് വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതാ കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഈ തക്കാളി ഇടാം. തക്കാളി നന്നായി കുഴഞ്ഞു വരണം. ഇതാ ഇതിലോട്ട് മസാലകൾ ഇടണ. ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല, എങ്കിലും കുറച്ചിടാം മഞ്ഞപ്പൊടി. മുളക് പൊടി, നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ മുളക് ആവശ്യത്തിന് ഇട്ടാൽ മതി. മല്ലിപ്പൊടി, കുറച്ച് വാടാനുള്ള ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കി എണ്ണ തെളിയുന്നവരെ ഇളക്കണം. ഇത് കുറച്ച് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ കടലിനെ കുറച്ച് ഒന്ന് ഈ കരണ്ടിയും കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാം. കുറച്ച്, എന്നാലേ തിക്നെസ് ഉണ്ടാവുള്ളൂ. ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ചിങ്ങനെ സ്മാഷ് ചെയ്തെടുത്താലും മതി. ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ ഇട്ടെടുക്കാണ്. ഇതാ ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതില് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോല എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും നോർത്ത് ഇന്ത്യയിൽ, അതുകൊണ്ട് നമ്മൾ വേറെ കളറൊന്നും ചേർക്കാതെ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്ത് ഈ തിളച്ച ശേഷം നമുക്ക് അരിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കാണിക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഈ
കടലിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിത്. വെള്ളം പോരാ എങ്കിൽ നമുക്ക് കുറച്ച് ചുടുവെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ഞാൻ വേറെ ഏത് മസാല ഇട്ടിട്ടില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇതാ നമ്മൾ ആ ചായപ്പൊടി ഇട്ട വെള്ളം തിളച്ചു. നമുക്ക് ഇതിലോട്ട് കുറച്ച് അരിച്ചൊഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സായി എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടി ഒരു വിസിൽ നമ്മൾക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഒരു വിസിൽ വന്ന് നമുക്ക് ഓഫാക്കാം. വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് ഇതിന്റെ സ്റ്റീം പോകുന്നവരെ വെക്കാം. ബട്ടോരിക്കുള്ള മാവ് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ മുക്കി പരത്താൻ നമുക്ക് കൈ സൂക്ഷിക്കണം. ഞാൻ ഇങ്ങനെ നീളത്തിലാണ് പരത്തുന്നത്. രണ്ട് സൈഡും കുറച്ച് ഈ കളറാവണം. ഇത് ഇട്ട് നോക്കാം. ഇങ്ങനെ നമ്മൾ ആ ചട്ടകം കൊണ്ട് ഇങ്ങനെ അമർത്തണം. എന്നാലേ ഇത് പൊന്തുള്ളൂ. അല്ലെങ്കിലും പൊന്തും എങ്കിലും. ഇനി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. എണ്ണ തെറിക്കരുത് കയ്യിൽ. നല്ല ടേസ്റ്റിയാണ്. ഒരു കെമിക്കലും ഇല്ലാതെ തൈര് ഒഴിച്ച് കുഴച്ച മാവാണ്. ബട്ടൂര് നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇതാ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ പ്ലേറ്റിലോട്ട് മാറ്റി. ബട്ടൂരെ, ചോലെ, ഇതിൻ്റെ കൂടെ ഉള്ളി ഈ ചോലിൻ്റെ കൂടെ ഇട്ട് കഴിക്കാൻ നല്ലതാണ്. ഈ മുളക് എണ്ണയിലിട്ടതാണ്, പച്ചമുളക്. ഇത് നോർത്ത് ഇന്ത്യൻ അച്ചാറും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.